വെൽക്കം ബാക്ക് ടു റിയാസ് വ്ലോഗ്സ്. ഇന്ന് ഞങ്ങൾ ഒരു പർച്ചേസിങ്ങിന് കോഴിക്കോട് ടൗണിലേക്ക് പോവുകയാണ്. ഇതെൻ്റെ വീടാട്ടോ. അപ്പോൾ പർച്ചേസിങ്ങിന് പോകുന്ന ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. കല്യാൺ സിൽക്സ് പിന്നെ ജയലക്ഷ്മി, ഈ രണ്ട് സ്ഥലത്ത് ആദ്യം പോയിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ജയലക്ഷ്മി പോകുള്ളൂ. പിന്നെ ഫുഡും കഴിക്കണം. ഞങ്ങളിന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. ഫസ്റ്റ് ഫുഡ് കഴിക്കും, എന്നിട്ട് പിന്നെ ഷോപ്പിങ്ങിന് പോകും. ആ വീഡിയോ ആട്ടോ അന്ന് ഞാൻ അവിടെ കാണിക്കുന്നത്. ഞങ്ങൾക്ക് നാട്ടിൽ വന്ന കാറ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ഓട്ടോ ചേട്ടനുണ്ട്, അവരെ വിളിക്കുക. പുള്ളി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഫുൾ ഡേ അയാൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പം പുള്ളി വന്നു കഴിഞ്ഞാൽ നേരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഓട്ടോ വന്നു. ഇനി ഞങ്ങൾ നേരെ കോഴിക്കോട് പോയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ പോവാണ്. പിന്നെ ഞങ്ങൾ വേഗം പോയത് അമ്മ മെസ്സിലാണ് കേട്ടോ. അവിടുത്തെ ഫുഡ് അടിപൊളിയാണല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് നല്ലൊരു ഊണ് കഴിക്കാൻ വിചാരിച്ചു. അവിടെ സ്പെഷ്യൽ മീനാണ്. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല പച്ചക്കറീൻ്റെ കറിയുണ്ട്, മീൻ കറിയുണ്ട്. അയക്കൂറ, സ്രാവ്, ഇവിടുത്തെ ഈ മീൻ വറുത്തതിൻ്റെ ഗ്രേവി കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ പച്ചടി, ഉപ്പേരി, ഒരു ബീറ്റ്റൂട്ടിൻ്റെ പിക്കിള്, പച്ചടി. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ കഞ്ഞിവെള്ളം. നല്ല വിശപ്പുള്ളതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട്, പിന്നെ ഞങ്ങൾക്ക് അധികം സമയമില്ലല്ലോ, ഇനി നേരെ കല്യാൺ സിൽസിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്താണല്ലോ കല്യാൺ സിൽസ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഞങ്ങൾ കല്യാൺ സിൽസിലേക്ക് വിടും. ഞങ്ങൾ കല്യാൺ സിൽസിലെത്തി. ഫസ്റ്റ് അവിടെ പോകാൻ വിചാരിച്ചു. ഇത് കല്യാൺ സിൽസിൻ്റെ പുതിയ ഷോപ്പാണ്, കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്. എൻട്രൻസ് ഇവിടെയാണ്. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ചുരിദാറുടെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പോകാമല്ലോ, ഹൈപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചുരിദാർ നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഈ ചുരിദാർ വെച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്കിഷ്ടമായി കേട്ടോ. അപ്പം ഞാൻ ഇതന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നന്നായി ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഒരു സൈഡിൽ വെച്ചു. കാരണം ലാസ്റ്റ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് എടുക്കാമല്ലോ. വേറെയും നോക്കാം, എന്നിട്ട് ലാസ്റ്റ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നെക്സ്റ്റ് എൻ്റെ ഊഴ കേട്ടോ. അപ്പം ഞാൻ കുറേ ചുരിദാർ നോക്കി. ശരിക്കും ഞാൻ ചുരിദാർ വാങ്ങാനല്ല പോയത്, പക്ഷേ എന്നാലും എനിക്കിങ്ങനെ ചുരിദാറൊക്കെ കണ്ടപ്പോൾ എന്നാൽ ഒന്ന് നോക്കണം തോന്നി. എല്ലാം ഒരു സിൽക്ക് ഒരു സെമി സിൽക്ക് ടൈപ്പാണ് അതിൻ്റെ അകത്ത് വർക്കൊക്കെ. പക്ഷേ അത്ര വലിയ ക്ലോത്ത് അത്ര നല്ലത് 1000 എബോ ആണ് വരുന്നത്. അതുകൊണ്ട് ക്ലോത്ത് അത്ര ഒരു ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല. എന്നാൽ നമ്മളിപ്പോൾ ഒരു 3000 റേഞ്ചിനൊക്കെ പോവുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ചുരിദാർ കിട്ടും. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു വാഷ് ചെയ്ത ഈ സീക്വൻസൊക്കെ പെട്ടെന്ന് പോകും തോന്നി. എന്നാലും നല്ല കളേഴ്സ് കേട്ടോ. അതിൻ്റെ അനുസരിച്ചിട്ടുള്ള പാൻറ്റും ദുപ്പട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയെന്നുള്ളൂ. ഈ ഹൈപ്പർ മാർക്കറ്റിൽ വന്നാലുള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ട ജ്വല്ലേഴ്സ് ഇവിടെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് സാരിക്ക് മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജ്വല്ലറി വേണമെങ്കിൽ ഇവിടെ തന്നെ എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ എല്ലാ കാര്യവും ഉണ്ട് കേട്ടോ. നമുക്ക് ബ്ലൗസ് റെഡിമെയ്ഡ് ആയിക്കോട്ടെ, പിന്നെ പെറ്റിക്കോട്ട് ആയിക്കോട്ടെ, പെറ്റിക്കോട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർ സ്കേർട്ട് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ കുർത്ത സെറ്റ്, പിന്നെ ലെഹങ്ക, അങ്ങനെ കുറേ കണ്ടു. കേരള സാരി, സെറ്റ് മുണ്ട്, ധാവണി, ഒരുപാട് ഇങ്ങനെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് നമുക്കിപ്പോൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ അത്ര നമ്മൾ ക്യാഷും ഒരു ടൈമും അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പർച്ചേസ് ചെയ്യാനുള്ള അത്രയ്ക്ക് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഏത് റേറ്റിലുള്ള സാരി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് സിൽക്ക് സാരി വേണോ, 10,000 വേണോ, 20,000 വേണോ, ഏത് റേറ്റിലാണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. അവർ ആദ്യം ചോദിക്കും നിങ്ങൾക്ക് ഏത് റേറ്റിനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ഭാഗം നമുക്ക് കാണിച്ചു തരും. അവർക്ക് എടുക്കാനൊന്നും അങ്ങനെ മടിയൊന്നുമില്ല.
പിന്നെ നമുക്കെല്ലാം മാച്ചിങ് ആണോ എന്നുള്ള രീതിയിൽ അവർ വെച്ച് നോക്കാനും സമ്മതിക്കും. ഈ ചേച്ചി നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് സാരി അവരെ കൊണ്ട് വലിച്ചെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എനിക്ക് തടിയുള്ളത് കൊണ്ട് നല്ല ശരീരത്തിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന സാരി വേണമായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവറായിട്ട് കോട്ടണൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഷിഫോൺ അങ്ങനത്തേതാണ് ഞാൻ അധികം യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഇത് ഒറ്റ കാഴ്ചയിൽ തന്നെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ എന്നാലും ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ നമ്മൾ. പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വേഗം തന്നെ തീരുമാനിച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ ഫസ്റ്റ് എപ്പോഴും എനിക്ക് അങ്ങനെയാണ്. ഏത് കടയിൽ പോയാലും ആദ്യം കാണിക്കുന്ന സാരി വേഗം ഇഷ്ടപ്പെടും. എന്നിട്ട് ഞാനത് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നോക്കി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഫസ്റ്റ് കാണിച്ച സാരി തന്നെ എടുത്തിട്ട് വരും. അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. പക്ഷേ എനിക്കിത് ഫസ്റ്റ് കാണിച്ചപ്പം തന്നെ ഇട്ട് വെച്ചപ്പോഴും എനിക്ക് എൻ്റെ ശരീരത്തിനോട് ചേരുന്ന പോലെ തോന്നി. നല്ല എൻ്റെ സ്കിൻ ടോണിനോട് ചേരുന്ന ഒരു കളറായിട്ട് തോന്നി. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു അത് അവിടെ മാറ്റി വെച്ചോളൂ, എന്നാലും ഒന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഞാൻ 2 മിററിലും ഇങ്ങനെ നോക്കി. ഇവരുടെ മിററിൽ നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ 2 മിററിലൊക്കെ നോക്കി ഞാനിത് ഫൈനലൈസ് ചെയ്തിട്ട് അതൊരു സൈഡിൽ വെച്ചു. ഇനിയിപ്പോൾ അടുത്ത ആൾക്ക് സാരി എടുക്കാനായി. ഇനിയിപ്പോൾ അടുത്തത് ഇവൾക്കാണ് നോക്കുന്നത്. അവൾക്കും ഒറ്റയടിക്ക് തന്നെ ആ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ എടുക്കാനുള്ള ചാൻസാണ് കാണുന്നത്. കുട്ടികളൊക്കെ വലുതായതുകൊണ്ട് ഞങ്ങൾ സാരി വാങ്ങുമ്പോൾ അവർക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് സാരി വാങ്ങുക. അപ്പം മോക്ക് നന്ദൂനെയും കൂടി ഒന്ന് ഉടുത്ത് നോക്കാം, അവൾക്ക് കോളേജിലൊക്കെ യൂസ് ചെയ്യാമല്ലോ. അവരൊക്കെ ഇപ്പോൾ സാരി ഉടുക്കേണ്ട പ്രായമായല്ലോ, കോളേജിൽ ഫൈനൽ ഇയർ ആയല്ലോ, അവൾ LLBക്ക് പഠിക്കുകയാണ്. അപ്പോൾ സാരി കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ട് അവൾക്കും കൂടി മാച്ച് ആവുന്ന രീതിയിൽ വാങ്ങാൻ നോക്കുക. കൊച്ചുങ്ങളൊക്കെ സാരി ഉടുത്ത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. പ്രത്യേകിച്ച് ഇവൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവൾക്ക് സാരി കൊടുത്താൽ നല്ല ഭംഗിയുമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ സാരി ഫിക്സ് ചെയ്തു. അമ്മയ്ക്കും ഇത് ചേരുന്നുണ്ട്, മോൾക്കും ഇത് ചേരുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ സാരി അങ്ങോട്ട് ഫിക്സ് ചെയ്തു. എനിക്ക് ഷോപ്പിങ്ങിന് പോയാലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ എന്താ വാങ്ങാൻ വന്നു വെച്ചാൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ വേണ്ടാത്ത സാധനങ്ങൾ കുറേ വാങ്ങും. അപ്പോൾ സാരിയുടെ കളക്ഷൻസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ വരുമ്പോഴാണല്ലോ നമുക്കിത് വാങ്ങാൻ പറ്റും. അപ്പോൾ 2-3 സാരികൾ എനിക്ക് ഇഷ്ടമായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഞാൻ അതിലൊരു 3 സാരി എടുത്തു. പിന്നെ അമ്മയ്ക്കും 2-3 സാരി എടുത്തു. ചേച്ചി ഒരു സാരി എടുത്തു. സാരിയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാട്ടോ ഈ ഒരു തറി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നെയ്യുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, തറി എന്നാണോ പറയുന്നത് എനിക്കറിയില്ല. നെയ്യുന്ന സാധനം അത്രേ അറിയുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഒരു മോഡൽ ഇവർ വെച്ചിട്ടുണ്ട്. നല്ല സിൽക്ക് നൂലൊക്കെ വെച്ചിട്ട് പകുതി ഇങ്ങനെ സാരിയുടെ ഇതാക്കി വെച്ചിട്ടുള്ളത്. അത് കണ്ടപ്പോൾ ഒരു കൗതുകമായി. കാരണം ഇങ്ങനെയാണല്ലോ സാരിയൊക്കെ നെയ്യുന്നത്, അത് നമുക്കറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു സംഭവം തന്നെ ഇവരിവിടെ ഒരു കാഴ്ചയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു നന്നായി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ബോർഡറൊക്കെ ഇങ്ങനെ കണ്ടോ, നൂലൊക്കെ ഇങ്ങനെ എന്താ ആക്കുകയെന്ന് ഇത് പറയാമെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊരു നമുക്ക് അതിൻ്റെ പ്രോസസ്സ് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. സാരി ചുരിദാർ എല്ലാം എടുത്തു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ വരെ നോക്കുന്നത് ഏറ്റവും മുകളിലെ നിലയിലായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ താഴെ പോയിട്ട് ബില്ല് പേ ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് നേരിട്ട് വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഷോപ്പിംഗ് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടു. അപ്പം എന്തായാലും വിചാരിച്ചു ഫലൂദ കഴിക്കണമെന്ന്. പിന്നെ അമ്മയ്ക്കും ഇഷ്ടമാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ട് SM സ്ട്രീറ്റ് വരെ വന്നു. അപ്പോൾ പാർക്കിംഗ് ഇവിടെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഓട്ടോ ചേട്ടൻ കറങ്ങി നടക്കുകയാണ് കേട്ടോ. ഞങ്ങളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ വേഗം ഫലൂദയും പിന്നെ കട്ട്ലെറ്റ് ഒരു ബർഗറൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് നേരെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം എത്തി. പിന്നെ ഫുഡ് രാത്രിത്തേക്കും കൂടി ഒരു പാർസൽ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ആകെ ടയേർഡായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ വരേക്കും ബൈ.